കുറേ സന്തോഷമുണ്ട്. വെച്ചാൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷത്തോളമായി. അപ്പോൾ കുറേ നമ്മളെ കുട്ടികളെല്ലാം കുറേ കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല റിസൾട്ടാണ് ഇന്നിപ്പോൾ കിട്ടിയത്. ഭയങ്കര സന്തോഷം, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല റെസ്പോൺസാണ്. ഇനിയിപ്പം നിങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞു വെച്ചാൽ നമ്മുടെ സിനിമയ്ക്ക് പബ്ലിസിറ്റി ഭയങ്കര കുറവായിരുന്നു, പ്രമോഷൻ തീരെ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കുക തന്നെ, കാരണം അത്രയും നല്ല സിനിമയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സഹകരിക്കുക. എല്ലാവരും വലുതായിട്ട് മനസ്സിലാവുന്നില്ല. ടീച്ചർക്ക് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ എന്തോ പോലെ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും. എന്താ പറയുക, ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് ഷൂട്ടൊക്കെ ചെയ്തത്. പിള്ളേരൊക്കെ വലുതായി, വളരെ ഇപ്പം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഭയങ്കര സന്തോഷമാണ് ശരിക്കും, ഭയങ്കര ഇമോഷണലാണ് ശരിക്കും. ഞങ്ങൾ ഭയങ്കര സന്തോഷം ശരിക്കും. എല്ലാവരും കാണിക്കാൻ മാക്സിമം നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ചെറിയ സിനിമ ആയതുകൊണ്ട് നമുക്കതിനുള്ള പരിമിതികളുണ്ട്. അതെ അതാണ് ഇതിൻ്റെ വിജയം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുക, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇപ്പോൾ ഓടുന്നുണ്ട്. അറിയില്ല ഇനി പുഷ്പ വരും, അപ്പോൾ ഞങ്ങളുടെ സിനിമ തഴയപ്പെടുമെന്നുള്ള പേടി ഞങ്ങൾക്ക് സത്യസന്ധമായിട്ടുമുണ്ട്. പക്ഷേ ഇത് കാണേണ്ട സിനിമയാണെന്നുള്ള ഭയങ്കര വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മിസ് ചെയ്യരുത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു നല്ല സിനിമയാണ് കാണണം. പക്ഷേ OTT വന്നപ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞു അയ്യോ ഇത് തിയേറ്ററിൽ മിസ്സായി പോയി. അതുപോലെ തന്നെ ഇതും അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്താ പറയുക, വീട്ടിൽ വന്ന് തന്നെ കാണണം, അത് മിസ് ചെയ്യരുത്. ശരിക്കും പിള്ളേർ കാണണം, അല്ലെങ്കിൽ ഫാമിലി വന്ന് കാണണം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തള്ളുന്നതല്ല. ബേസിക്കലി സ്റ്റുഡൻസും ആണെങ്കിലും അവരുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വന്ന് കാണുന്ന പരിപാടിയാണ്. എന്താ പറയുക, നൊസ്റ്റാൾജിയ അടിക്കുന്നവർക്ക് അടിക്കും എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക, പഴയ കാലഘട്ടത്തിലെ പിള്ളേരുടെ സിനിമയല്ല. ഇവരെ പോലെ ഇതുപോലെ വൈബുള്ള കുറേ പിള്ളേരുടെ സിനിമയാണ്. അപ്പോൾ പിള്ളേരായിട്ട് സ്കൂളുകളൊക്കെ ഒന്ന് മുൻകൈ എടുത്ത് കാണേണ്ട സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല രസമുണ്ട്, അടിപൊളി, നല്ല പടമായിരുന്നു കേട്ടോ. ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞു പോകാൻ തോന്നി. നല്ല പടം, നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ത്രൂ ഔട്ടുള്ള ജേണി വളരെ അമേസിങ് ആയിരുന്നു. ഞങ്ങൾക്കൊരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ക്യാമ്പിൽ ഞാൻ ആക്ടിങ്ങിനൊക്കെ പഠിച്ചു. എന്നാലും കുറേ നോളജൊക്കെ കിട്ടി. എന്തായാലും വളരെ അമേസിങ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു ജേണിയൊക്കെ. സൂപ്പറായിരുന്നു. എല്ലാ പിള്ളേരും കണ്ടിരിക്കേണ്ട പടം. മാതാപിതാക്കൾ പിള്ളേരെ കാണിക്കുക, അവർ ചെയ്യേണ്ടതൊക്കെ കണ്ടുപിടിക്കുക. നല്ല സൂപ്പർ പടം, അടിപൊളി. കണ്ടിരിക്കേണ്ട സാറുമാരും കാരണവന്മാരും ഒക്കെ കാണേണ്ട പടമായിരുന്നു. നല്ല പടമായിരുന്നു. എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യും. അല്ല, ഞാൻ ഈ പടത്തിൽ കാസ്റ്റിംഗിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെ ട്രെയിൻ ചെയ്തത് സാമേട്ടനാണ്. കാസ്റ്റിംഗിലെ ടീമാണ് അവര്. കാസ്റ്റിംഗ് നമ്മളുണ്ടായിരുന്നു. നമ്മുടെ കോർ ടീമിൽ സാമേട്ടനായിരുന്നു അതിൻ്റെ കോറായിട്ടുണ്ടായിരുന്ന ആള്. അപ്പം സാമേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ അഭിഷേക് ഉണ്ടായിരുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഒരാളും കൂടെ ഉണ്ട്, സുജയ്. ഇത് പ്രണവ്. അപ്പോൾ പിന്നെ ഈ പടത്തിൽ ഞാൻ ലിറിക്സും കൂടെ എഴുതിയിട്ടുണ്ട്. ടൈറ്റിൽ സോങ്ങും ക്ലൈമാക്സിലെ പാട്ടും ഞാനാണ് എഴുതിയത്. പിന്നെ ക്രിക്കറ്റിൻ്റെ പോർഷനിലുള്ള സോങ് ഞാനാണ് എഴുതിയത്. പിന്നെ ഇവരെ 2 വർഷത്തെ കാത്തിരിപ്പാണ് ഞങ്ങളുടെ. അതാണ് ഈ പടം. അതാണ് ഞാൻ ഒന്നും പറയാത്തത്. നിങ്ങൾ പറ്റുമെങ്കിൽ കയറി കണ്ടിട്ട് പറയാം. എനിക്കിത് പറയാൻ അവകാശമില്ല. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ജെന്യുവനായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. ശരി, നിങ്ങളെല്ലാവരും പടം കാണാം. നിങ്ങൾ പടം കണ്ട് നിങ്ങൾ വിജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ തിയേറ്റേഴ്സ് കിട്ടത്തുള്ളൂ. നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് ഇതെല്ലാം നാളത്തെ താരങ്ങളാണ്. നിങ്ങളാണ് ഇവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ കാണുക മാക്സിമം. കണ്ടിട്ട് പറയാം നമ്മുടെ കാസ്റ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയാം. അതെ, നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കി തരാം അല്ലേടാ. അതെ, പിള്ളേർ വരുന്നുണ്ട്. സൂപ്പർ മൂവിയായിരുന്നു. അതായത് കുഞ്ഞുങ്ങളെ വെച്ച് ഇത്ര ബെസ്റ്റായിട്ടൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നമുക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്നൊരു അടിപൊളി പടം. എല്ലാം ഉണ്ട്. സെൻറ്റിമെൻറ്റ്സ്, കോമഡിയൊക്കെ പിള്ളേർ ഇത്ര സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ. അൾട്ടിമേറ്റ് മൂവിയാണ്. പിള്ളേർ സൂപ്പർ, നല്ല നന്നായിട്ട് കുട്ടികൾക്ക് എല്ലാവരും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം. കണ്ടിരിക്കണത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ലാസ്റ്റ് അത് സസ്പെൻസ് ആണ്. അത് എല്ലാവരും അതെ നിങ്ങൾ സത്യത്തിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കാരണം ഇത്ര വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതെ അത്ര ബെസ്റ്റായിട്ട് ചെയ്തേക്കുന്ന പടമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വരുന്നവരോട് ചോദിക്കുന്ന നിങ്ങൾക്ക് അത്ര റിയലായിട്ട് പറയാൻ പറ്റും.
സൂപ്പർ പടമായിരുന്നു. മസ്റ്റ് വാച്ച് മൂവിയാണ്. ശരിക്കും നമുക്കൊക്കെ പണ്ടത്തെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഒരു ലൈഫിലേക്ക് ബാക്കിലേക്ക് പോയൊരു ഫീലായിരുന്നു. അതേപോലെ ഇത് മസ്റ്റായിട്ടും കുട്ടികളെ എല്ലാവരും കാണിക്കേണ്ട ഒരു മൂവി. അതിൽ വലിയൊരു മെസ്സേജ് ഉണ്ട് ഈ മൂവിക്കകത്ത്. അത് കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ മുതിർന്നവർക്ക് എന്താണെങ്കിലും ആ ഒരു മെസ്സേജ് മനസ്സിലാവും. എല്ലാവരെയും ഈക്വലായിട്ട് കാണാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മൂവിയിൽ, അതുകൊണ്ട് ഞാൻ കാണാൻ വന്നതാണ്. താങ്ക് യു. ഞാൻ ഈ പടത്തിൻ്റെ ഡയറക്ടറാണ്. അതെ, അത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് വേർഡ്സ് കളക്ട് ചെയ്ത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടിപ്പോൾ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അത് ജെനുവിനായിട്ട് ആൾക്കാരിലേക്ക് എത്തണം. നാളെ മുതൽ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന എന്ത് റിസൾട്ടാണോ അതിന് കിട്ടിയിരിക്കണം. വിജയിക്കാൻ ഈ സിനിമ അർഹരാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിജയം ഞങ്ങൾക്ക് തരണം. വളരെ എന്താ പറയുക, എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി ഫിലിം. കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും പോയി കാണണം. എൻ്റെ മോളും ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു വേഷം. ഇവിടെ നന്നായിരുന്നു. മസ്റ്റ് വാച്ചബിളാണ്. കുട്ടികളെ എന്തായാലും കാണിക്കണം. നല്ലൊരു സന്ദേശമുണ്ട്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ളൊരു സന്ദേശവും കൂടിയുണ്ട്. എല്ലാവരും കാണണം, കുടുംബമായിട്ട് വന്ന് കാണണം. തീർച്ചയായും. കാരണം നമ്മൾ മുതിർന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ കുട്ടികളിൽ നിന്നും കൂടി പഠിക്കണം എന്നൊരു പാഠമാണ് കഥ പറയുന്നത്.